വിഷയത്തെ മുൻനിർത്തിയുള്ള മഹല്ല് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഈ റാലിയും പ്രതിഷേധവും ഔപചാരികമായി ആരംഭിക്കുമ്പോൾ തന്നെ അതിൽ പഹൽഗാം അനുസ്മരണം കൂടി ഉൾപ്പെടുത്തിയത് ഏറ്റവും ഉചിതമായൊരു നടപടിയാണെന്നും ഇതിന്റെ സംഘാടകരെ ഞാൻ അതിനായി അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം രോഷത്തിലും നിരാശയിലുമാണ്. കാശ്മീർ താഴ്വര സമാധാനത്തിലേക്ക് മടങ്ങുന്ന വേളയിൽ 26 നിരപരാധികളെയാണ് തീവ്രവാദികൾ വെടിവെച്ചു കൊന്നത്. അതിലൊരു സഹോദരൻ മലയാളിയായ രാമചന്ദ്രനായി. ആ ദുർദിനം ഞാൻ ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഒരുപക്ഷെ എന്നെ അലോസരപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. 26 പേർ വെടിയേറ്റ് മരിച്ച സമയത്ത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഇവരെ വെടിവെച്ച് വീഴ്ത്തിയ ഭീകരന്മാർ മതം ചോദിച്ച് അല്ലെങ്കിൽ കലിമ ചെല്ലാൻ പറഞ്ഞാണ് അവരെ വെടിവെച്ച് വീഴ്ത്തിയത് എന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആ സമയത്ത് നമ്മുടെ സഹോദരി സ്വന്തം അച്ഛൻ കൺമുമ്പിൽ വെടിയേറ്റ് വീഴുന്നത് കണ്ട് 2 കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അച്ഛനെ തിരിച്ചറിയാൻ വേണ്ടി തിരിച്ചറിയൽ കാർഡ് പോക്കറ്റിൽ നിക്ഷേപിച്ച് രക്തസാക്ഷിയായ രാമചന്ദ്രന്റെ ഫോൺ കൈക്കലാക്കി അവിടെ നിന്ന് പലായനം ചെയ്ത ആരതി എന്നുള്ള പെൺകുട്ടി. ആ പെൺകുട്ടി പിന്നീട് പറഞ്ഞു, എനിക്ക് വലിയ ദുരന്തമാണുണ്ടായത്, നഷ്ടമാണുണ്ടായത്. വിറങ്ങലിച്ച എന്റെ അച്ഛന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ഞാൻ മോർച്ചറിയിലേക്ക് പോയി. പക്ഷേ ഈ ദുരന്തത്തിനിടയിലും എനിക്ക് ആശ്വാസം പകരുന്നൊരു ഘടകമുണ്ട്. എനിക്ക് കാശ്മീരിൽ 2 സഹോദരന്മാരെ ലഭിച്ചു, മുസാഫിറും സമീറും. ആ ആരതിയുടെ വാക്കുകളാണ് ആ വിദ്വേഷത്തിന്റെ ജ്വാലയെ അണച്ചത്. ഇതാണ് കേരളം.